ഹായ് ഫ്രണ്ട്സ്, നമുക്കിതുപോലെ കറ്റാർവാഴ ജെല്ലൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കറ്റാർവാഴയുടെ ഒരു 2 തണ്ടാണ് വേണ്ടത്. ഇപ്പം നമുക്കിതുപോലത്തെ തണ്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അതിൽ നിന്ന് 2 തണ്ട് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ കറയൊക്കെ കളയാൻ വേണ്ടി വെക്കണം. ഈ കറ ഇരുന്നിട്ട് നല്ലപോലെ ചൊറിയും. അപ്പോൾ ഈ കറ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വെള്ളത്തിനകത്തോട്ട് ഇത് ഇറക്കി വെക്കാമെങ്കിൽ പെട്ടെന്ന് കറ അങ്ങ് പൊക്കോളും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ജെല്ലുണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് അത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചുകൂടി എടുക്കുക. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ കറ്റാർവാഴ നമുക്ക് ആ ജെല്ല് മാത്രമായിട്ടൊന്ന് എടുക്കണം. എന്നിട്ട് തണുത്ത് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും കറ്റാർവാഴ ജെല്ലും കൂടി നമുക്ക് നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇത് ഈ ഒരു ഫോർമുല വേണമെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ചൂടാക്കി എടുത്തിട്ട് അത് നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ലുമായിട്ട് മിക്സ് ആക്കി എടുക്കാമെങ്കിൽ ഈ ഒരു ജെല്ലി ഫോമിൽ നമുക്കിത് കിട്ടും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് ഹെയർ പാക്കിലും സ്കിൻ കെയറിലും ഒക്കെ ഉപയോഗിക്കാം.